ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തൃക്കാർത്തിക ദിവസത്തെ വ്ളോഗാണ്. ഞാനിത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് വൈകിപ്പോയി. കാരണം എനിക്ക് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ വീടെല്ലാം നല്ല വൃത്തിയായി തൂത്തുവാരി തുടച്ച് നല്ല അടുക്കിപ്പെറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കത്തിച്ചതൊക്കെ. അപ്പോൾ ഇന്നിനിയിപ്പം വീണ്ടും തുടയ്ക്കേണ്ട ആവശ്യമില്ല. പൂജാമുറിയൊക്കെ ഓൾറെഡി ക്ലീൻഡാണ് ഇന്നലെ തന്നെ. പിന്നെ ഇപ്പം വീടെല്ലാം ക്ലീൻ ചെയ്തു, നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കാർത്തിക വിളക്ക് എടുത്തിട്ട് തുടച്ചൊന്ന് കമഴ്ത്തി വെക്കാം. എന്നാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. ഇത്തവണ ഞാൻ 40 ചട്ടിയാണ് കത്തിക്കുന്നത്. എൻ്റെ ബാക്കി ചട്ടികൾ കാണുന്നില്ല. ആക്ച്വലി രണ്ടും 2 സെറ്റാണ്. ഈ 40 ചട്ടികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വീട് വാങ്ങിയ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഈ ചട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം കാണാനായിട്ട് കോട്ടയത്തെ അമ്മയോട് പറഞ്ഞ അമ്മ ഒരു 10-60 ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ഇത്തവണ കാണുന്നില്ല. പിന്നെ മാത്രമല്ല മഴയൊക്കെയാണ്, അപ്പം അതിലൊന്നും കത്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓർത്തു ഇത് തന്നെ ധാരാളമാണ് 40 ചട്ടികൾ. അപ്പം അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാനൊരു 6:30 ആയപ്പോഴത്തേക്ക്, ശരിക്കും ഇത്തവണത്തെ ടൈമിങ് 6:15 to 6:45 ഏതാണ്ടായിരുന്നു എന്ന് തോന്നുന്നു മുഹൂർത്തം കാർത്തിക ദീപം കത്തിക്കേണ്ടത്. ഞാൻ 6:30 ആയപ്പോഴത്തേക്ക് വിളക്ക് 5 തിരിയിട്ട് കത്തിച്ചു. അതിന് ശേഷം കാർത്തിക ദീപം എല്ലാം തെളിയിച്ചു. അങ്ങനെ ദീപങ്ങളെല്ലാം തെളിയിച്ചതിന് ശേഷം ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ചുറ്റുവിളക്ക് കത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കുഞ്ചു എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 5-6 തിരി കത്തിച്ചിട്ട് അടുത്ത് നിന്നൊരു ചേട്ടന് ആ തിരി എടുത്ത് കൊടുത്തു കേട്ടോ. ബാക്കി ഫുള്ള് കത്തിച്ച് തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവളുള്ളപ്പോൾ നടക്കത്തില്ല. പിന്നെ അമ്പലം വളരെ മനോഹരമായിട്ട് എല്ലായിടത്തും വിളക്കുകളൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ടാണ് അലങ്കരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നിട്ട് കുഞ്ചു ബഹളമായപ്പോൾ അവൾക്ക് കൊണ്ട് ചിന്തിക്കടയിൽ നിന്ന് ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് സ്റ്റാർസ് എല്ലാം ആയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്മസ് വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം കുഞ്ചുവിന് വാങ്ങിച്ചത് ഈ ബബിൾസ് വരുന്ന തോക്കാണ് കേട്ടോ. ഇത് എപ്പോഴും അവൾ കാണുമ്പോൾ വാങ്ങിക്കും, മടുപ്പില്ലാത്തൊരു സാധനം അവൾക്ക്. അപ്പോൾ അത് വെച്ച് അവളെ കുറച്ച് നേരം കളിപ്പിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് കയറി കിടന്നുറങ്ങി. അപ്പോൾ അത്ര ഉള്ളായിരുന്നു. ഇതൊരു തൃക്കാർത്തിക ഡേ വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ വേറൊന്നും കാണിക്കണില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.